ഇത് മാസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞേക്കുന്ന കംപ്ലയിൻസുകൾ എന്ന് പറഞ്ഞാൽ സെൽഫ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് വെട്ടൽ, കിക്കർ സൈഡ് ഓയിൽ ലീക്ക് ഉണ്ട്, പിന്നെ ജനറലായിട്ട് സർവീസ് ചെയ്യുക, ഓയിൽ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ വാട്ടർ സർവീസ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഫ്രണ്ട് വെട്ടൽ കാണിക്കുന്നതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ടയർ, ഫ്രണ്ടും ബാക്കും ടയർ ഏകദേശം അതിൻ്റെ ലൈഫ് ആയിട്ടുണ്ട്. പിന്നെ ടയറിൽ എയർ കാര്യങ്ങൾ കുറവുണ്ട്. വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നും തോന്നണില്ല. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്ക് ഒടുങ്ങി ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്. അത്യാവശ്യം കുറേ കൂടി ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയർ നോക്കുമ്പോൾ ടയർ ഈ സൈഡ് ഈ പറഞ്ഞ റൈറ്റ് സൈഡിൽ ഒരല്പം തേയ്മാനം പറയുന്നുണ്ട്. അപ്പോൾ ഈ സൈഡ് ഒരല്പം തേയ്മാനം വെട്ടി തേഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ബാക്കിയത്തെ ഭാഗങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി. കാരണം ഇപ്പോൾ ടയർ വെട്ടി തേയണമെന്നുണ്ടെങ്കിൽ ബാക്ക് ഷോക്ക് കംപ്ലയിൻറ്റ്, അലൈൻമെൻറ്റ് പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലാണ് സാധാരണ രീതിയിൽ വെട്ടിത്തേയിൽ വരാറ്. ഇതെന്ന് പറഞ്ഞാൽ ടയർ ഏകദേശം ഒരു 80% കഴിഞ്ഞിട്ടുണ്ട്. ടയറിൻ്റെ കംപ്ലയിൻറ്റും കൊണ്ടും ഈ പ്രോബ്ലം കാണിക്കാം. നമ്മൾ പുതിയ ടയർ മാറ്റിയിട്ടതിന് ശേഷം ചെക്ക് ചെയ്യുക. കൂടുതലായിട്ട് എന്തെങ്കിലും അബ്നോർമലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെക്ക് ചെയ്താൽ മതി. കാരണം വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ് ഇപ്പോൾ നമ്മൾ നോക്കി നിലവിൽ ഷോക്കൊന്നും കുഴപ്പമില്ല. സസ്പെൻഷൻ ഭാഗമൊക്കെ ഓക്കെയാണ്. ഫ്രണ്ട് വീലും ബാക്ക് വീലും തമ്മിലുള്ള അലൈൻമെൻറ്റ് നോക്കി വേറെ വ്യത്യാസമൊന്നും കാണുന്നില്ല. വരാണെങ്കിൽ അതൊക്കെയാണ് വരാനുള്ളൂ. അപ്പോൾ പുതിയ ടയർ ഇട്ടതിന് ശേഷം നോക്കി നോക്കാം. എന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കപ്പിന് പോയാൽ മതി. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ചെയിനൊക്കെ മാക്സിമം വലിച്ചു തീർന്നതാണ്. അഡ്ജസ്റ്റിങ് ചെയ്യാനില്ല. അത് പരമാവധി വലിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പരമാവധി സ്പോക്കറ്റിൻ്റെ അവസ്ഥയും മോശമാണ്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് നമുക്ക് മാറ്റി വേണം സെറ്റ് ചെയ്യാനായിട്ട്. വീലിൻ്റെ ഡാമ്പർ റബ്ബറൊക്കെ ഇതൊക്കെ മതി. പിന്നെ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റേണ്ട ഒരു ടൈമാണ്. ഇപ്പോൾ നിലവിൽ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഇപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് ഇന്നലെ കൊണ്ടുവന്ന് വെച്ച വണ്ടിയാണ്. രാവിലെ സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുമ്പോൾ തുടക്കം കുറേ നേരത്തേക്ക് കുറച്ച് മിസ്സിങ് പ്രശ്നം കാണിക്കുന്നുണ്ട്. അത് ചെറുതായിട്ട് മിസ്സിങ് എല്ലായ്പ്പോഴും ഉണ്ട് ചെറുതായിട്ട്. അത് നിലവിൽ ഇപ്പോൾ തൽക്കാലം നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും മാറ്റേണ്ട ടൈമാണ്. അത് മാറ്റിയിടാം. പിന്നെ ശരിക്കും മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കുന്നത് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റേജ് ഞാൻ എടുത്ത് പറയാൻ കാരണം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് E20 എന്ന് പറയുന്ന പെട്രോളാണ്. 1 ലിറ്റർ പെട്രോളിൽ 800 മില്ലി പെട്രോളും 200 മില്ലി എത്തനോളാണ്. അതാണ് അതിൻ്റെ റേഷ്യോ. ആ എത്തനോൾ ഉള്ളത് കൊണ്ട് തന്നെ കാർബറേറ്റർ എല്ലാ വണ്ടിയുടെയും കംപ്ലയിൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മുടെ വണ്ടിക്കും കാണിച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്താലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ അഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കിയിട്ട് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് പെട്രോൾ ഈ പൈപ്പ് വഴി കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് ഓവർഫ്ലോ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നിലവിലില്ലെങ്കിലും അത് എപ്പോൾ വേണമെങ്കിലും കാണിക്കാം. നമ്മളിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്താൽ ചിലപ്പോൾ അത് ഇപ്പം തന്നെ കാണിക്കും. അതാണ് അതിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ്. അപ്പോൾ ചിലപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ പ്രോബ്ലം ഇല്ലാണ്ട് നമുക്ക് റീസെറ്റ് ആവും. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളൊരു 10 വണ്ടി അഴിച്ചാൽ ഒരു 8 വണ്ടിയുടെയും കംപ്ലയിൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ മിസ്സിങ് ഉണ്ടെങ്കിൽ കൂടി വണ്ടി ഉപയോഗിക്കുന്നതിന് ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വേണ്ടി ഉപയോഗിക്കാം. ഇതിപ്പോൾ ഈ വണ്ടി മാത്രമല്ല, ഇപ്പോൾ ഉള്ള കാർബറേറ്റർ മോഡൽ എല്ലാ വണ്ടിയും ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു കംപ്ലയിൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞെന്നുള്ളൂ. ഇപ്പോൾ നിലവിൽ ജനറലായിട്ടുള്ള സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് അഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം ചുരുങ്ങിയത് നമുക്കൊരു 550 രൂപ നമുക്ക് ചിലവുണ്ട്. 550 രൂപ മുടക്കി നമ്മളിപ്പോൾ ചെയ്തു എന്ന് കരുതാം. ചെയ്തിട്ട് ചിലപ്പോൾ അപ്പം തന്നെ കണക്ട് ചെയ്യുന്ന സമയത്ത് പെട്രോൾ ഓവർഫ്ലോ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതികളെ കാർബറേറ്റർ മാറ്റി പുതിയതേണ്ടി വരും. പക്ഷേ അഴിച്ച് ക്ലീൻ ചെയ്ത മിസ്സിങ് മാറും. പക്ഷേ ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ കാർബറേറ്റർ മാറ്റേണ്ടി വരും. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള സിറ്റുവേഷൻ. പരമാവധി ഇതേ രീതിയിൽ ഓടിക്കുക. മിസ്സിങ് കംപ്ലയിൻറ്റ് ഉണ്ട്. നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് വണ്ടിക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒരു റിസ്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിക്കാവുന്ന കേസ്. ഇപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല. കാരണം അഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കാനൊക്കെ സ്മൂത്തും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു റിസ്ക് ഉള്ളത് കൊണ്ടാണ് നമ്മളങ്ങനെ സപ്പോർട്ട് പറയാത്തതിൻ്റെ കേസ്. പിന്നെ എയർ ഫിൽറ്ററും പ്ലഗ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടാം. അത് ശരിക്കും മാറ്റേണ്ട ടൈമാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സെൽഫ് ഓൾറെഡി സ്വിച്ചൊക്കെ ഇവിടുന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേ സെൽഫ് എടുക്കാത്ത കംപ്ലയിൻ്റ് അതിൻ്റെ അല്ല, ബാറ്ററിയുടെ കംപ്ലയിൻ്റാണ്. ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ 2022 ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററിയാണ്. വോൾട്ട് ഓൾറെഡി കണക്ട് ചെയ്യുമ്പോൾ തന്നെ 5 വോൾട്ടൊക്കെ ഉള്ളൂ. ലോഡിലേക്ക് കൊടുക്കാനൊന്നുമില്ല, അപ്പോൾ തന്നെ കട്ടായി പോകണം. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്ക് സെൽഫിൻ്റെ കേസ് റെഡിയാക്കാൻ പറ്റുള്ളൂ. ബാറ്ററി മാറ്റി വയ്ക്കണം. സെൽഫിൻ്റെ സ്വിച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സെൽഫ് എടുത്തോളൂ. വേറെ പ്രോബ്ലം ഒന്നുമില്ല. സെൽഫ് റിലേ ഇടയ്ക്ക് ഷോർട്ടായിട്ട് മാറ്റിയതാണെന്ന് പറഞ്ഞത്. സെൽഫ് റിലേയും ഈ പറഞ്ഞ ബാറ്ററി കംപ്ലയിൻ്റായിട്ട് യാതൊരു വക ബന്ധമില്ല. കാരണം ഓൾറെഡി 2022 ബാറ്ററിയാണ്. ആവറേജ് അതിൻ്റെ ലൈഫ് ആയിക്കൊണ്ടിരുന്ന സമയത്ത് സെൽഫ് റിലേ ഷോർട്ടായതായിരിക്കാം. പക്ഷേ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് കൊണ്ടാണ് ഇപ്പം സെൽഫ് എടുക്കാത്തതിൻ്റെ കാരണം കേട്ടോ. പിന്നെ എൻജിൻ ഓയിൽ നമ്മൾ നോക്കി. ഓയിൽ നല്ല ഓയിലാണ്, ലെവലൊക്കെ ഉണ്ട്. ഈ സൈഡ് ഓയിൽ സീലാണ് ലീക്ക് ആയേക്കണേ. അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം. പ്ലഗിൻ്റെ കേസ് പറഞ്ഞത് ഇതാണ്. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടി വരിക. പ്ലഗ് വലിയ പഴക്കമില്ല, പക്ഷെ എന്നാൽ പോലും എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിലാണ് പ്ലഗും മാറ്റേണ്ടത്. എന്തായാലും ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി.
ഹാൻഡിൽ ടൈറ്റ് പറയുന്നുണ്ട്. അത് നമുക്ക് നിലവിൽ ബാക്കിലത്തെ ടയർ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 80-85% തീർന്നാണ്. ഫ്രണ്ടിലത്തെ ടയറിൻ്റെ അവസ്ഥ സെയിമാണ്. അത് തന്നെയാണ് അതിൻ്റെ അവസ്ഥ. തന്നെയല്ല ഫ്രണ്ട് ടയറിൽ എയർ കുറവുണ്ട്, ബാക്ക് ടയറിൽ എയർ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഹാൻഡിൽ ടൈറ്റ് കാണിക്കുന്നതിൻ്റെ കാരണം. കോൺസെപ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തു, അതിനുള്ള വലിയ കംപ്ലൈൻറ്റ് എന്ന് പറയാവുന്ന സ്റ്റേജൊന്നും ആയിട്ടൊന്നുമില്ല. നമുക്കിപ്പോൾ ടയർ എയർ അടിച്ചുമ്പോൾ കുറച്ച് വ്യത്യാസം വരും, ടയർ മാറ്റി കഴിയുമ്പോഴാണ് ആ കംപ്ലൈൻറ്റ് മാറുള്ളൂ. പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചായിരുന്നതാണ്. ബ്രേക്ക് പാഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തീർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ബ്രേക്ക് പാഡ് ഉപയോഗിച്ച് വണ്ടി വന്നപ്പോൾ പ്ലേറ്റാണ്, പാഡ് ഉപയോഗിച്ച് ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട്. ഈ സൈഡും ഒരു സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട്, അപ്പുറത്തെ സൈഡും ഒരു സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട്. 3.5 mm ആണ് ഇതിൻ്റെ അളവ്. 3.5 ആണ് ഇതിൻ്റെ കണക്കിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ തിക്നെസ്. ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു 2.5 mm ആയിട്ടുണ്ട്. കാരണം അത്രയും ഈ ബ്രേക്ക് പാഡ് തീരണ പോലെ തന്നെ ഇതിനും തേയ്മാനം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തേയ്മാനം ഇതിന് നിലവിലുണ്ട്. തൽക്കാലം നമുക്ക് ബ്രേക്ക് പാഡ് ഈ ബൂട്ട് സെറ്റ് മാറ്റിയിട്ടാൽ മതി. ഞാൻ ബ്രേക്ക് പ്ലേറ്റിന് കംപ്ലൈൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞതാണ്. നിലവിൽ അങ്ങനൊരു തേയ്മാനം വണ്ടിക്ക് ഉണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഇപ്പോൾ ഈ നിലവിൽ ബാറ്ററി, ചെയിൻ സ്പോക്കറ്റും ഇതേപോലെ കിക്കർ ഓയിൽ സീൽ, എയർ ഫിൽറ്റർ പ്ലഗ് ഇതെല്ലാം ഉൾപ്പെടുത്തി ബ്രേക്ക് പാഡൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഇടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. പിന്നെ ജോബ് കാർഡിനകത്ത് വാട്ടർ സർവീസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വാട്സപ്പിൽ തന്നെ റിപ്ലൈ ചെയ്തേക്കണം കേട്ടോ. അതല്ല ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഇപ്പോൾ മഴയൊക്കെയാണ്. പക്ഷെ എന്നാൽ പോലും ഞാൻ പറഞ്ഞ അതിനകത്ത് മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് എടുത്ത് പറഞ്ഞാണ്. വാട്ടർ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് നേരത്തെ പറഞ്ഞേക്കണം. എന്നാലാണ് വർക്ക് കഴിയുമ്പോൾ തന്നെ കൊടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ.